നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ രാത്രി വലിയ ഒരു ട്വിസ്റ്റ് ഇറാൻ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ഓയിൽ റിഫൈനറികളിലേക്ക് അടക്കം ഇസ്രായേലിന്റെ വലിയ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ ഗ്യാസ് ഫീൽഡുകളുടെ മുകളിലും ആക്രമണമുണ്ടായി. ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഓയിൽ റിഫൈനറികളിലേക്ക്, ഊർജ്ജ മേഖലകളിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ മേഖലകളിലുള്ള എല്ലാ ഊർജ്ജ മേഖലകളെയും ഞങ്ങൾ ആക്രമിക്കുക മാത്രമല്ല അതെല്ലാം നശിപ്പിക്കുകയും ഞങ്ങളുടെ ഊർജ്ജ മേഖലകളെ തകർത്തുകൊണ്ട് നിങ്ങൾ മാത്രം വളരേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു ഭീഷണി ഇറാൻ മുൻപ് തന്നെ നൽകിയതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇറാന്റെ മുകളിൽ, ഇറാന്റെ ഊർജ്ജ മേഖലകളിൽ വ്യാപകമായ ആക്രമണം നടത്തുകയുണ്ടായി. അതിന് പ്രതികാരമായി അമേരിക്കയുടെ ഈ മേഖലയിലുള്ള എല്ലാ ഊർജ്ജ മേഖലകളുടെ മുകളിലേക്കും ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറികളുടെ, ഗ്യാസ് റിഫൈനറികളുടെ, അതുപോലെ തന്നെ തീരദേശ മേഖല, പേർഷ്യൻ ഗൾഫിന്റെ തീരദേശ മേഖലകൾ അടക്കമുള്ള മേഖലകളിലേക്ക് വലിയ ആക്രമണം ഇറാനും നടത്തിയിരിക്കുകയാണ്. ഇന്ന് ഓഹരി വിപണികൾ മുഴുവൻ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം നടന്നത്. അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ പോകുന്നത്. ഈ യുദ്ധം, ഇപ്പോഴുള്ള ഈ കടന്നു പോകുന്ന യുദ്ധം, ഈ ആക്രമണങ്ങൾ ഇനി ഗൾഫ് മേഖലകളിലുള്ള രാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിടുമോ എന്നുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ രാജീവ് സോമനാഥ്, സാമ്പത്തിക വിദഗ്ധനാണ്. അതുപോലെ തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ് ഉണ്ട്, വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും, പ്രധാനമായും ഇസ്രായേലിലെ വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആക്രമണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക്. തിരിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോഴും ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഇടവിടാതെ അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഹിസ്ബുള്ളകളുടെ ആക്രമണവും ഇസ്രായേലിലേക്ക് നടക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇസ്രായേലിൽ നിന്ന് സിനി ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീ അഭിലാഷ് ജി രമേശ്, അങ്ങയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അങ്ങ് ഇത്രയും ദിവസങ്ങളിലെ ഈ യുദ്ധത്തെ വിലയിരുത്തിയതിനു ശേഷം അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അമേരിക്കയും ഇസ്രായേലിന്റെയും കൈ പൊള്ളാനുള്ള ഒരു സാധ്യത ഈ യുദ്ധത്തിലുണ്ടോ? അതോ ഇറാനെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് അവർ പറയുന്നത് പോലെ ഒരു റെജീം ചേഞ്ച്, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലിന്റെ ഉൽപാദനം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ന്യൂക്ലിയർ ആംസ് അത് ഇല്ലാതാക്കുക, ഇറാനുള്ള എല്ലാ കാപ്പബിലിറ്റികളും ഇല്ലാതാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇത്രയും ദിവസം കൊണ്ട് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൈ പൊള്ളി എന്നുള്ള ഒരു, പല ആളുകളും പറയുന്നത് പോലെ അങ്ങനെ ഒരു നിലപാടിലേക്ക് താങ്കൾക്ക് എങ്ങനെയാണത് തോന്നിയിട്ടുള്ളത്? ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ചാൽ, കഴിഞ്ഞ നമ്മൾ ഏകദേശം ഒരു 20 ദിവസത്തോളമായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ പലതവണയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യുദ്ധം അതിന്റെ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യത്തെ നിരയിലുള്ള നേതാക്കന്മാരെ, ഇറാനിയൻ ലീഡേഴ്സിനെ, സുപ്രീം ലീഡർ ഉൾപ്പെടെയുള്ളവരെ വധിക്കപ്പെടുകയും അതിനുശേഷം വന്ന രണ്ടാം നിരയിലെ മിലിറ്ററി IRGCയുടെ ഉൾപ്പെടെയുള്ള കമാൻഡേഴ്സ് വധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ, പ്രധാനപ്പെട്ട ആളുകൾ മുഴുവനും നേതൃനിര ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് റിറ്റാലിയേഷനിൽ ഒരു ഫ്രസ്ട്രേഷൻ കുമിഞ്ഞു കൂടുന്നുണ്ട്. അത് സ്വാധിക്കുന്നു. അതുപോലെ തന്നെ ഇറാന്റെ നയങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റം, അതായത് നേരത്തെ ഗൾഫ് കൺട്രീസിലുള്ള അസറ്റ്സിനെ ഒന്നും അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെടുത്തത് വീണ്ടും വ്യതിചലിച്ച ശേഷം ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ, അല്ലെങ്കിൽ റിഫൈനറി സൈറ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അല്ലെങ്കിൽ നടപടികൾക്ക് പകരമായിട്ട് തിരിച്ച് വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഗൾഫ് റിഫൈനറി മേഖലകളിലേക്കുമുള്ള ആക്രമണം കൂടിയിട്ടുണ്ട്. സോ അപ്പം കൈപൊള്ളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് തികച്ചും വാസ്തവമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. തീർച്ചയായിട്ടും പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ എഫേർട്ട് കൂടും, കൊളാട്രൽസ് കൂടും. അതോടൊപ്പം തന്നെ ഈ യുദ്ധം നടക്കുന്നത് കേവലം ഗ്രൗണ്ടിൽ മാത്രമല്ല, നറേറ്റീവ് വാറുകൾ ഉണ്ടാവുന്നു, നറേറ്റീവ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ന് നിൽക്കുന്നത് അതിന്റെ ഏറ്റവും പീക്കിലാണ്. 20 ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഇറാന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഇവിടുത്തെ ജനങ്ങളുടെ മൊബിലൈസേഷൻ, അല്ലെങ്കിൽ ആന്റി ഖമനി ഗ്രൂപ്പിന്റെ മൊബിലൈസേഷൻ, റാസ പെഹ്ലവിയുടെ കൂടെയുള്ളവരുടെ മൊബിലൈസേഷൻ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നടക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇത്തരം അറ്റാക്കുകളുടെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണേണ്ടി വരിക. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബ്ലം നടക്കുന്ന സമയത്ത് തന്നെ ഹോം സ്ട്രേറ്റിലുള്ള സംഘർഷങ്ങൾ വളരെ വലിയ രീതിയിൽ മാറുന്നുണ്ട്. കാരണം ലോകരാജ്യങ്ങൾക്ക് പലർക്കും ഇതൊരു ഇഷ്യൂ ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ, മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ
ഇനി ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിന്റെ മാത്രം ഒരു കാര്യമല്ല, പകരം ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു എനർജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിട്ട് പരിണമിക്കുകയാണ്. സോ അപ്പം യുദ്ധം അതിന്റെ പുതിയ ഒരു പരിണാമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ അലയൻസസിന്റെ കാര്യം ഇവിടെ ഉണ്ട്. അതിൽ ഇപ്പം ബ്രിട്ടൻ വിമുഖത പ്രകടിപ്പിച്ച് അമേരിക്കയോടൊപ്പം ചേരാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരികയൊക്കെ ആണെങ്കിൽ ഈ അമേരിക്കൻ യൂറോപ്യൻ സഖ്യത്തിന്റെ ഒക്കെ ഒരു റെലവൻസ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സോ അപ്പം ഈ പർട്ടിക്കുലർ യുദ്ധം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കൺവെൻഷണൽ യുദ്ധങ്ങളെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയട്ടെ, ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈയുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. മേൽക്കൈയുണ്ട്, അതിന് മാറ്റമുണ്ടായിട്ടില്ല. കാരണം പ്രൊപ്പോർഷണേറ്റ് സ്ട്രൈക്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് തന്നെയാണ് കൂടുതലുള്ളത്. ഇറാന്റെ സ്ട്രൈക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില ടാർഗറ്റുകളിലേക്ക് മാത്രമാണ്. മറ്റേത് അങ്ങനെയല്ല, ഡിസൈസീവ് ആയിട്ടുള്ള അറ്റാക്സ് ആണ് ഓൺ ലീഡർഷിപ്പ് ആൻഡ് അതോറിറ്റി. ഓക്കെ, മറ്റൊരു കാര്യം, ശ്രീ രാജീവ് സോമനാഥ്, അങ്ങേക്ക് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നില്ല. അവിടെ വലിയൊരു സംഘർഷം രൂപപ്പെടുന്ന സാഹചര്യം, ഗ്യാസിന്റെ വില പല രാജ്യങ്ങളിലും കുതിച്ചുയരുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവിടെ ചില സ്ഥലങ്ങളിൽ, എണ്ണയുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ പട്ടാളക്കാർ കാവൽ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ പല രാജ്യങ്ങളും ഇതുപോലെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ ഇതാണ്ട് ഈ മേഖലകളിലുള്ള രാജ്യത്തിൻ്റെ, ഇപ്പോൾ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ ഓയിൽ റിഫൈനറികളിലേക്കും ആക്രമണം നടത്താൻ തുടങ്ങുന്നു. അങ്ങേക്ക് എങ്ങനെയാണ് ഈ സാമ്പത്തിക രംഗത്തെ അങ്ങേക്ക് എങ്ങനെയാണ് ഈ യുദ്ധം മൂലമുണ്ടാകുന്ന ഒരു സാമ്പത്തിക ഞെരുക്കം, അതുമല്ലെങ്കിൽ ഈ ഓയിലിൻ്റെ എല്ലാം ഗ്യാസിൻ്റെ എല്ലാം വില കൂടുന്നത് വഴിയുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ തന്നെ രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഈ യുദ്ധം എത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ലോകത്തെ തള്ളിവിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്? നമുക്ക് എക്സാക്ട്ലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളിപ്പോ. പക്ഷെ അതേസമയം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും എന്നുള്ളതും അതേമാതിരി നമ്മൾക്ക് എല്ലാവർക്കും സാമ്പത്തിക ഞെരുക്കം ഫീൽ ചെയ്യാനും തുടങ്ങിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം പ്രധാനമായിട്ട് ഒരു ഡയറക്റ്റ് ഹിറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസും അതേമാതിരി ഓയിൽ, ക്രൂഡ് ഓയിലിന്റെ വില കയറ്റത്തിന്റെ ഒരു ഇമ്പാക്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ നേരിട്ട് കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കുക്കിംഗ് ഗ്യാസ് റീഫില്ലിങ്ങിന് പോയ സ്ഥലത്ത് പകുതി വഴി വെച്ച് അവർ കുക്കിംഗ് ഗ്യാസ് റീഫില്ലിംഗ് നിർത്തിയിരുന്നു. കുക്കിംഗ് ഗ്യാസ് റീഫില്ലിംഗ് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകണം. കറന്റ്ലി 170 രൂപ ഒരു കിലോ ഉണ്ടായിരുന്നത് മാറി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 200 രൂപ ഒരു കിലോ. അപ്പൊ എത്രയാണ്? ഓൾമോസ്റ്റ് ഒരു 20%, നിയർലി ഒരു 20% ഹൈക്കാണ് കുക്കിംഗ് ഗ്യാസിന് വരുന്നത്. നാളെ തോടുകൂടി വരും. അത് ഒന്ന്. രണ്ടാമത്, അവൈലബിലിറ്റി കുറയും തോറും ഓട്ടോമാറ്റിക്കലി ഈ കരിഞ്ചന്ത അതുപോലുള്ള കാര്യങ്ങളൊക്കെ പലതും എല്ലാത്തിലും വരുന്നുള്ളത് നമുക്കറിയാം. സിമിലർലി ഓയിൽ, ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഡയറക്റ്റ് ഹിറ്റ്. ഏത് രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഏത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓയിലും കുക്കിംഗ് ഗ്യാസും ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഇത് നല്ലപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. അമേരിക്ക സത്യം പറയുന്നതിൽ അത്യാവശ്യം സേഫ് ആണ്. കാരണം അവർ ഓൾമോസ്റ്റ് 100%, 96% ഓഫ് ദ റിക്വയർമെന്റ് അവർക്ക് അവിടെ തന്നെ ഉൽപ്പാദിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അവർ. അതുകൊണ്ട് അവർ റിലേറ്റീവ്ലി സേഫ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു എക്കണോമിക് റിസഷനോ അല്ലാന്നുണ്ടെങ്കിൽ, റിസഷൻ എന്ന് പറയാനായിട്ടില്ല, പക്ഷെ എന്നാലും എക്കണോമിക് കൺസ്ട്രെയിനിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് റീജിയണൽ ഇൻസ്റ്റെബിലിറ്റി കാരണം നീങ്ങുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിൽ നീങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പല ആളുകൾക്കും ശമ്പളം കിട്ടിയിട്ടില്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും ശമ്പളം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ ഇപ്പൊ റംദാനാണ്, മറ്റന്നാളെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈദ് ഇപ്പോ സാധാരണ ഒരു ഈദിന് നടക്കുന്ന ഒരു കച്ചവടം ഒന്നും തന്നെ നമ്മുടെ നാട്ടില് ഇപ്പോ നടക്കുന്നില്ല. കാരണം ഫണ്ടൊന്നും തന്നെ വരുന്നില്ല. പല ആൾക്കാർക്കും റെമിറ്റൻസസ് ഒക്കെ കുറവാണ്. ഇതിന്റെ ഒരു റിപ്പിൾ എഫക്ട് ഡെഫിനറ്റ്ലി ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഉണ്ട്. ഇത് തുടർന്ന് പോവാണെന്നുണ്ടെങ്കിൽ അഗൈൻ റിസഷൻ വരുമോ എന്നറിയില്ല, പക്ഷെ ഒരു ബാർ മിനിമം ഒരു സ്റ്റാഗ്നേഷനെങ്കിലും വരാനുള്ള സാധ്യത നമുക്ക് ഫോർസീ ചെയ്യാൻ പറ്റുന്നതാണ്.
ഒരു 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 3 മുതൽ 4 ആഴ്ചക്ക് കൂടെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓരോ ആളെയും ബാധിക്കും, സംശയമില്ല. സിനി ജോസഫ്, എങ്ങനെയാണ് നമുക്ക് ഇസ്രായേലിലേക്ക് എപ്പോഴും ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും പലപ്പോഴും അപ്ഡേഷനുകൾ വരുമ്പോൾ ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് മിസൈൽ വന്നു, പല മിസൈലുകളും ഭൂരിഭാഗവും തീർച്ചയായിട്ടും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള മെസ്സേജും പിന്നീട് വരാറുണ്ട്. ചിലപ്പോൾ പക്ഷേ ക്ലസ്റ്റർ മ്യൂണീഷൻസ് എന്ന് വെച്ചാൽ പല മിസൈലുകൾ ഒരു മിസൈലിൽ തന്നെ ഘടിപ്പിച്ച് ക്ലസ്റ്റർ ബോംബ് പോലെ ഉണ്ടാക്കി അതിനെ ഇസ്രായേലിലേക്ക് വിടുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിലെ പല മ്യൂണീഷൻസും ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും വീഴുന്നതായിട്ടുള്ള പല വാർത്തകളും വരാറുമുണ്ട്. നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്? എത്രത്തോളം ഇസ്രായേലിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഈ ഇറാൻ്റെ ഇത്രയും നാളത്തെ ആക്രമണങ്ങൾക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്, ജനജീവിതത്തെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത് അവിടെ നിൽക്കുമ്പോൾ? റോബിൻ, ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ചിട്ട് 1054 ബാലിസ്റ്റിക് മിസൈൽ ഇൻക്ലൂഡിംഗ് ക്ലസ്റ്റർ വാർഹെഡ്സ് ആണ് ഇസ്രായേലിലോട്ട് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഒരാളെ അപ്ഡേഷൻ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ലാസ്റ്റ് കഴിഞ്ഞ ഒരു 5 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയിപ്പ് കിട്ടുന്നത്. ക്ലസ്റ്റർ വാർഹെഡ്സ് ആണ് വരുന്നതെന്ന് നമുക്ക് IDF ഭാഗത്ത് നമുക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ അതനുസരിച്ച് കുറച്ചും കൂടെ ആൾക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം അറിയാലോ, നമുക്ക് IDF അത് ആരോ തകർന്നിട്ടുണ്ടെങ്കിലും അവർ തടയാൻ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എപ്പോഴാണ് അതിന്റെ ഒരു ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ ഡെബ്രീസ് നിലത്ത് വീഴുന്നതെന്ന് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നേരത്തേക്ക് ഞങ്ങൾക്ക് ഒരു അലേർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ക്ലിയറൻസ് അലാറം ഒരു 10 മിനിറ്റുകളിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് 12-13 മിനിറ്റുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് IDF ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ക്ലിയറൻസ് അലാറം കിട്ടുന്നത്, ഞങ്ങൾക്ക് സേഫ്റ്റി റൂമിൽ നിന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്നലെ രാത്രിയിലാണെങ്കിലും മിനിഞ്ഞാന്ന് രാത്രി 12:30 ആയപ്പം ഒരു ക്ലസ്റ്റർ മ്യൂട്ടേഷന്റെ ആണ് ഒരു 70 വയസ്സായ 2 കപ്പിൾസ് അവരവരെ സേഫ്റ്റി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെയർകേഴ്സ് വഴി പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അതിന്റെ ഡെബ്രീസ് വീണിട്ട് വിൻഡോ വഴി അവർ രണ്ടുപേരും മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിലും 12:30 ആയപ്പോഴാണ് ഒരു തായ്ലാന്റ് വിദേശ തൊഴിലാളി മരണപ്പെട്ടു പോയത്. ഈ ഡെബ്രീസ് വീണിട്ടാണ്. ഡയറക്റ്റ് ആയിട്ട് ഒന്നും പതിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ, ഒന്നെങ്കിൽ സീയിലോട്ട് അല്ലെങ്കിൽ ഓപ്പൺ മേഖലയിലോട്ടാണ് വരുന്നതെന്ന് അറിയുവാണെങ്കിൽ അത് അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാം ഏകദേശം 99% ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അവർ നമുക്ക് കണക്കുകൾ നമുക്ക് തരുന്നത്. അതനുസരിച്ചിട്ട് ഉള്ള ഡെബ്രീസ് വീഴുന്നത് അത്യാവശ്യം ഈ 4-5 ദിവസങ്ങളിലായിട്ട് പലയിടങ്ങളിലും അതിന്റെ ഇമ്പാക്റ്റ് കാണുന്നുണ്ട്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, മറ്റൊരു കാര്യം, ഇപ്പോൾ ഗൾഫിലേക്ക് ഇത്രയും ദിവസങ്ങളോളം 20 ദിവസങ്ങൾ ഗൾഫിലേക്ക് ഇറാൻ ആക്രമണം നടത്തി, വ്യാപകമായ ആക്രമണം നടത്തി. എല്ലാ അമേരിക്കൻ അസറ്റുകളുടെ മുകളിലേക്കായിരുന്നു ആക്രമണങ്ങളെല്ലാം ഇറാൻ നടത്തിയത് എന്നാണ് ഇറാൻ പറയുന്നത്. അല്ലാതെ ചില സമയങ്ങളിൽ ചില ഡ്രോണുകൾ ഓയിൽ റിഫൈനറികളുടെ മുകളിൽ വീണിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും എല്ലാം പറയാറുള്ളത് ഇവരുടെ അമേരിക്കൻ അസറ്റുകൾക്ക് മുകളിലേക്കാണ് ആക്രമണം നടത്തുന്നത് എന്നാണ്. ഇന്ന് സൗദി പറഞ്ഞിരിക്കുന്നു, സൗദി അടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് ഒരു വാണിംഗ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വാണിംഗ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങേക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അതോ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണ് അങ്ങേക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? നിലവില് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റോ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാലും ഇത്രയധികം അറ്റാക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോൺ ലോഞ്ചസ് ഒക്കെ ഗൾഫ് രാജ്യങ്ങൾക്ക് എഗൈൻസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ് കൊളാറ്ററൽ ലോസസ് സഫർ ചെയ്തിരിക്കുന്നത് നിലവിൽ പോലും ഇറാൻ തന്നെയാണ്. സോ അങ്ങനെ ഒരു പോയിന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ഇന്നും കൂടി ആക്റ്റീവായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റി എമിഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് അവർ നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു ലിവറേജ് അവർക്ക് ഇല്ലാതാകുന്നത് അവർക്കൊപ്പം നിൽക്കുക ഈവൻ ഇറാനിന്റെ കൂടെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് പോലും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല. സോ അതുകൊണ്ട് തന്നെ എന്നാൽ ഇപ്പം ഇറാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രിഷൻ ആണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറ്റാക്സ് നടത്തി സെക്യൂരിറ്റി ഉണ്ട് എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുന്ന ഒരു സാധ്യതയെ
മറ്റ് ഇൻവെസ്റ്റേഴ്സിന് മുമ്പിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ അത് ഇല്ല എന്ന് പ്രൊജക്ട് ചെയ്യിപ്പിക്കുക, അതുവഴി ഒരു എക്കണോമിക് ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഗൾഫ് കൺട്രീസിനെ എബ്രഹാം അക്കോർഡ്സിലും മറ്റു വഴിയിലും എല്ലാം കൂടെ തന്നെ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ഉണ്ട്. ഈ ഗ്യാരണ്ടീസിന്റെ കൂടിയുള്ള ഒരു പരീക്ഷണമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. സോ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നതിന് പകരം ആക്റ്റീവായിട്ട് കൂടുതൽ ഫ്രണ്ട്സ് അമേരിക്കയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം വരികയും പിന്നീട് ഈ പറയുന്ന ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റിലേക്ക് ഇതിനെ റിലീജിയസ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത് അവരുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. അതിന് നേരെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവരുടെയും കൂടെ താല്പര്യമായിട്ട് വരികയാണ്. സോ അപ്പം ടെഹ്റാനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി കൊണ്ടുവരികയാണെന്നല്ലോ ഇപ്പൊ ഖത്തറി മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ, എനർജി മിനിസ്റ്റർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമീസ് ഓഫ് ദ വേൾഡിനെ തന്നെ തകർക്കുന്ന രീതിയിൽ ഒരു യുദ്ധമായിട്ട് ഇത് മാറും എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് ഇറാൻ ആഗ്രഹിക്കുന്നത് കുറച്ചേറെ നാൾ കൂടി യുദ്ധം ഡ്രാഗ് ഓൺ ചെയ്യുന്നത് വഴി ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു എക്കണോമിക് സ്റ്റേബിൾ എൻവയോൺമെന്റിന്റെ ആ ഇമേജിനെ തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കാണാം. ബിക്കോസ് ടർക്കി ആയാലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയാലും ഒരു വാർണിംഗ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മറ്റേ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഈ ഇസ്ലാമിക് സബ് ഗ്രൂപ്പ്സിന്റെ ആർഗ്യുമെന്റിലൂടെ കാണേണ്ടി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിയ ഗ്രൂപ്പ് സുന്നി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ദ GCC കൺട്രീസ് വിൽ സ്റ്റിക്ക് ടുഗദർ ആൻഡ് ലോഞ്ച് എ കൗണ്ടർ ഒഫൻസീവ് ഇൻ എ ഡിഫറെന്റ് മാനർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ ഒരു പരായ സ്റ്റേറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ ക്ലിയർ ആണ്. കാരണം ടർക്കി പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർ കൂടി ഈ കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിക്ചർ വിൽ ടേൺ ഇൻ ടു എ റിലീജിയസ് ആയിട്ടുള്ള ഒരു അണ്ടർടോണിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഇറാന് എതിരായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പ്രഷർ വിത്തിൻ ദ ബ്രദർഹുഡ്, ഈ വിത്തിൻ ദ റിലീജിയസ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഭാഗം മാറുകയും സിമ്പത്തീസ് അവസാനിച്ചതിന് ശേഷം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്ലസ് ടർക്കി മൈറ്റ് ഓൾസോ ജോയിൻ ദ പിക്ചർ, ഒരു തിയേറ്ററിലേക്ക് വരാനുള്ള സാധ്യതയോടെ നമുക്ക് കാണേണ്ടി വരും. അതിനൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാക്കുന്നത്. ശ്രീ രാജീവ് രാംനാഥ്, മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഗൾഫ് സ്റ്റേറ്റ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു പലർക്കും ശമ്പളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഗൾഫിൽ, കാരണം ഈ യുദ്ധത്തിന്റെ ഒരു പ്രതിസന്ധി അവരെ എല്ലാം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. ഈ യുദ്ധം ഇങ്ങനെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഇടയിൽ നിന്നും പോയി അവിടെ ജോലി ചെയ്യുന്ന ആളുകളുള്ളത്. എത്രത്തോളം ഇത് അവരെയും അതുപോലെ തന്നെ നമ്മളെയും ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? എത്രത്തോളം എന്ന് വെച്ചാൽ എസ്പെഷ്യലി കേരളം മാതിരിയുള്ള ഒരു സംസ്ഥാനം ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ റെമിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആൻഡ് കേരളത്തില് വരുന്ന റെമിറ്റൻസിന്റെ നല്ലൊരു ബെനിഫിഷ്യറി കേരളം മാത്രമല്ല, കേരളത്തിന് കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോ കേരളം മാത്രമല്ല, കേരളത്തിലേക്ക് സപ്ലൈ നടത്തുന്ന മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സ് ലൈക്ക് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇതുപോലുള്ള സ്റ്റേറ്റ്സിനെയും ബാധിക്കും. അതേമാതിരി കേരളത്തിലേക്ക് ഒരു ബ്ലൂ കോളേർഡ് ലേബർ സപ്ലൈ ചെയ്യുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ അതുമാതിരിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള മണി ഫ്ലോവും വല്ലാത്ത രീതിയിൽ ബാധിക്കും. എസ്പെഷ്യലി നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല എങ്ങാനും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാധിക്കും. പക്ഷെ ആസ് എ ഹോൾ ഇത് തീർച്ചയായിട്ടും വലിയ ലെവലിൽ ബാധിക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് തന്നെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട്. അതായത് നമ്മൾ GDP എന്ന് പറഞ്ഞിട്ട് ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഫിഗർ എടുക്കുമ്പോൾ നമ്മൾ മുന്നോട്ടാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ആൾക്കാർക്ക് ഒരു സാമ്പത്തിക ഞെരുക്കം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പോകുന്നുണ്ടായിരുന്നത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കുറവാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഗൾഫ് മാതിരിയുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ, ഇപ്പൊ അഭിലാഷ് സാറൊക്കെ പറഞ്ഞ മാതിരി ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, ഇപ്പൊ നിലവിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മളെ മാതിരിയുള്ള ആളുകൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ആരും തന്നെ ഗൾഫിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകാനായിട്ട് മുതിരില്ല, അല്ലെ? നമ്മൾ ആരും അതിന് മുന്നോട്ട് പോവില്ല. എന്താ പോകാതെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ന്യൂസ് ഒക്കെ പേടിയുണ്ട്. അപ്പോ ഇതേമാതിരി തന്നെയാണ് പല ഇൻവെസ്റ്റേഴ്സും. ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ ഒന്ന് സ്റ്റോപ്പ് ആവും. ഡെഫിനറ്റ്ലി ആ ഇൻസ്റ്റബിലിറ്റി മാറുന്നവരെ ഗൾഫിൽ നിന്നുള്ള ഒരു എക്കണോമിക് പുഷ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൽ 10 ലക്ഷത്തിലോ അധികം ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൾഫിൽ. അത് അവരുടെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
ചുരുക്കി ഇപ്പൊ ഒരു ഗ്ലോബൽ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാറ് കുറച്ചു കാലത്തേക്കും കൂടി തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.2 ട്രില്യൺ ഡോളേഴ്സിന്റെ സാമ്പത്തിക ഞെരുക്കം ലോകമെമ്പാടും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. 2.2 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയുടെ ഓൾമോസ്റ്റ് ഹാഫ് 2.2 ട്രില്യൺ എന്ന് പറയുന്നത്. അത്രയും നമുക്ക് ഒരു വേൾഡിന് താങ്ങാൻ പറ്റുമോ ഇല്ല, അത് റിസഷനിലേക്ക് തള്ളിവിടുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 4-5 മന്ത്സും കൂടി ഇത് പ്രൊലോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഒരു ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു 200 ലക്ഷം കോടി രൂപയുടെ ഒരു നഷ്ടത്തിലേക്ക് എത്താനുള്ള ഒരു അതെ, സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 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 റിസഷന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കും. മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത് ഇതിന്റെ കൂടെ തന്നെ ചോദിക്കേണ്ടത്, ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ മേഖലകളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓയിലിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ, ഗൾഫ് മേഖലയിലേക്കുള്ള എക്സ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ മേഖല ബാധിക്കപ്പെടാനുള്ള സാധ്യതയാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല അതാണ് ഇപ്പൊ നമ്മൾക്ക് ഫ്രം നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം വലിയ പ്രശ്നങ്ങളാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിച്ചു. ഇപ്പോ അഭിലാഷ് സാറും പറഞ്ഞു, ഇപ്പൊ ഈവൻ സിനി ജോസഫ് മാഡവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ അവിടെ ഇൻഫാക്ട് തമാശ രീതിയിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റെസ്യൂമിൽ ഇപ്പൊ ആഡ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു എന്താണ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ക്വാളിറ്റി, തമാശ രീതിയിൽ ഒരു ട്രോളുമാരി വന്ന ഒരു സംഭവമാണ് റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ മിസൈൽ വരുമ്പോൾ പോലും ജോലിക്ക് പോകുന്ന ആളാണ് ഞാൻ എന്ന് ഒരു ക്വാളിറ്റി ഫീച്ചർ വരെ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോ ഇതൊന്നും വലിയ രീതിയിൽ ഹിറ്റ് ആയിട്ടില്ല. ഇതൊക്കെ കുറെ കൂടെ ഒരു പോസ്റ്ററിംഗ് ആണ് കൂടുതലും ഇറാൻ ചെയ്യുന്നത്. അപ്പൊ ഈ പോസ്റ്ററിംഗ് ആയതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ആവാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റിയുടെ ഒരു പെർസെപ്ഷൻ കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും അവിടെ ഐ തിങ്ക് ദേ വിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഹിറ്റ്. നമ്മുടെ എക്സ്പോർട്സ് ബാധിക്കും. നമ്മുടെ എക്സ്പോർട്സ് ഓൾറെഡി ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എന്റെ ക്ലയൻസ് എല്ലാവരും എക്സ്പോർട്സ് അവിടെ ഇപ്പൊ തൽക്കാലം എല്ലാവരും നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കാര്യങ്ങൾ നോർമലൈസ് ആയ ശേഷം മാത്രം ഇത് ഈ ട്രേഡ് എസ്പെഷ്യലി എക്സ്പോർട്സ് റീസ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്, പക്ഷെ എല്ലാം പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവർ വെയിറ്റ് ആൻഡ് വാച്ച് ഗെയിമാണ് യു എ അല്ല GCC കൺട്രീസിൽ എടുക്കുന്നത്. മറ്റൊരു കാര്യം അവിടെ നിന്നുള്ള ആളുകൾ പലപ്പോഴും അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്, ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ തിരിച്ച് ആക്രമിക്കാത്തതിൻ്റെ ഒരു കാരണം അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകളുടെ മുകളിലേക്ക് ഇറാൻ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല, അമേരിക്കൻ അസറ്റുകളുടെ മുകളിലേക്കാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു കാരണം കൊണ്ടായിരിക്കുമോ പലപ്പോഴും അവിടെ സാധാരണ ഇപ്പോൾ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നത്? അതെ അതെ, അതാണ് പ്രധാനമായിട്ടും അത് തന്നെയാണ് കാരണം. അവിടെ അവര് ഒരു ലാർജ് സ്കെയിൽ ഒരു വാർ അല്ല അവിടെ നടക്കുന്നത്, പോസ്റ്ററിംഗ് ആണ് നടക്കുന്നത്. അമേരിക്കയ്ക്ക് ഒരു മെസ്സേജിംഗ് ആണ് ത്രൂ ഈ അറ്റാക്ക് ഓൺ അമേരിക്കൻ അസറ്റ്സ് നടക്കുന്നത്. അവരുടെ ഉദ്ദേശം ഗൾഫ് രാജ്യങ്ങളിലല്ല. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ തന്നെ ഇപ്പൊ ജിയോ പൊളിറ്റിക്സ് ഒക്കെ ഇപ്പോ ഐ തിങ്ക് സാർക്ക് ഒരു പക്ഷെ അത് പറയാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും, അബ്ദുൽ സാർക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ തന്നെ ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഗോയിങ് ആണ്. സൗദി UAE ഉൾപ്പെടെ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സാങ്ഷൻസിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ ആസ് സച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഇഷ്യൂസ് ഇല്ല. എന്നാൽ ഒരു സംശയമുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മാതിരി ഡെർബിസം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതൊക്കെ അങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണമെന്നല്ലാണ്ട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു വാർ സിറ്റുവേഷൻ ഒന്നും നമുക്കില്ല. സിനി ജോസഫ്, നേരത്തെ നമ്മൾ അവിടേക്ക് ഇറാൻ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടുത്തെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപും ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞ് 20ാമത്തെ ദിവസം എത്തുമ്പോൾ അവിടുത്തെ ജീവിത ശൈലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ, എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്? അങ്ങനെ മാറ്റങ്ങൾ വന്നോ? അങ്ങനെയെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്? ഇന്നിപ്പോ 20ാമത്തെ ദിവസത്തിലോട്ട് കടക്കുമ്പോഴും ഇപ്പോഴും ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ ശരിക്കും
എന്താണ് സംഭവിക്കുക എന്ന് എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഇനി എന്താണെന്നൊരു ചെറിയൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ ഇപ്പൊ എല്ലാവരും യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തീരാൻ സാധ്യത ഉണ്ടാകില്ല. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച നീണ്ടു പോകുന്ന പരിപാടി ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ജനജീവിതത്തിലൂടെ തന്നെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ടെല്ലവീവ്, ജെറുസലേം, നോർത്തേൺ ഏരിയ മാത്രമാണ് ഇപ്പം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏരിയയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എഡ്യൂക്കേഷൻ എല്ലാം സൂം വഴി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനജീവിതം എന്ന് പറയുന്നത് വണ്ടികളെല്ലാം സാധാരണ രീതിയിലോട്ട് ഓടുന്നുണ്ട്. വണ്ടികളെല്ലാം അലാറം കിട്ടുന്ന സമയങ്ങളിൽ 10 മിനിറ്റ്സ് ബിഫോർ അലാറം കിട്ടുന്നത് കൊണ്ട് അടുത്തുള്ള പെട്ടെന്നുള്ള ഷട്ടറിലോട്ട് മാറുക, ഒരു 10 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അവരുടേതായ എന്താണോ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിലോട്ട് തിരികെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇവിടെ ജനജീവിതം സ്തംഭിക്കുകയോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ അതുകൊണ്ട് വേറെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ ഓരോന്നും വരുമ്പോൾ പറയുന്നതാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഫുൾ ടൈം ബങ്കറിലാണ് കിടക്കുന്നത്, ഉറങ്ങുന്നത് എല്ലാം. അങ്ങനെയൊന്നും ഇല്ല. കാരണം അങ്ങനെ കണ്ടിന്യൂസ് അലാറം വരുന്നില്ല. കൂടിപ്പോയ ഒരു 6 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് ഓരോ ഏരിയയിലോട്ടും വരുന്നത്. ആ ഒരു 10 മിനിറ്റ്സ് നമുക്ക് അലാറം കിട്ടുമ്പോൾ നമ്മൾ സേഫ്റ്റി റൂമിൽ പോകും. 10 മിനിറ്റ്, 12 മിനിറ്റ് നമ്മൾ ഏത് ജോലിക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുന്ന പോലെ ഞങ്ങളുടെ ജോലിയിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക് എടുത്ത് സേഫ്റ്റി റൂമിൽ പോയിരിക്കുന്നു, റിലാക്സ് ആവുന്നു, തിരിച്ചു വരുന്നു. IDF ചെയ്യേണ്ടതായ കാര്യങ്ങൾ IDF ചെയ്യുന്നു. IDF തരുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ അത് കറക്റ്റായിട്ട് പാലിക്കുന്നു. അല്ലാതെ ഇവിടെ അത്രയ്ക്കും ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഇതുവരെ ഈ ഡേ 20-ലും ഇതുവരെ ആർക്കും അനുഭവപ്പെടുന്നില്ല. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫ്രീ ആയിട്ട്, പഴയ പോലെ ഫ്രീ ആയിട്ട് പോകാൻ എന്ന് വെച്ചാൽ അങ്ങനെ വല്ല റെസ്ട്രിക്ഷൻസോ അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ പുതിയതായിട്ട് എങ്ങാനും? അല്ല, പഴയതുപോലെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ അവെയർ ആണ്. ഒന്നുകൂടി ഞങ്ങൾ അവെയർ ആയിട്ടാണ് പോകുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കാൻ സാധ്യത, എപ്പോഴാണ് അലേർട്ട് വരുന്നത് എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ആണെങ്കിൽ നമുക്കൊരു 2 hours 3 hours നമ്മൾ ബ്രേക്ക് എടുത്ത് പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് വന്നുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്തിട്ട് തിരിച്ച് സേഫ് ആയിട്ട് തന്നെ നമ്മുടെ വർക്ക് പ്ലേസിലോട്ട് തിരിച്ചത് ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി സമയങ്ങളിൽ റിലാക്സ് ആയിട്ട് പുറത്തോട്ട് നടക്കുന്നില്ല. അല്ലാണ്ട് പുറത്തു പോകുന്നതിന് ഇവിടെ ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടില്ല. ബസ്സുകളെല്ലാം ഓടുന്നുണ്ട്, ഞങ്ങൾക്ക് ടാക്സികളും ഉണ്ട്. ഞങ്ങൾക്ക് കാൽനടയായിട്ട് പോകേണ്ട സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനെയും പോകാം. റെസ്ട്രിക്ഷൻ എവിടെയും വന്നിട്ടില്ല. മറ്റൊരു ഇന്നലെ രാത്രി അവിടെ നിന്നുണ്ടായിരുന്ന ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു ഈ ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ അത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹിസ്ബുള്ള ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചത് എന്ന്. ഏകദേശം 150ഓളം റോക്കറ്റുകൾ എങ്ങാണ്ട് ഇസ്രായേലിലേക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് അയച്ചുവെന്നും അതിൽ 200 കിലോമീറ്റർ ഉള്ളിലേക്ക് 200 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന മിസൈൽ ആദ്യമായിട്ട് ഹിസ്ബുള്ള അയച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ ആഘോഷം നടത്തുന്ന പല ഗ്രൂപ്പുകളിലും കണ്ടായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ ഹിസ്ബുള്ളയുടെ ആക്രമണം എത്രത്തോളം അവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും അത് വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്? ഇന്നലെയും മിനിങ്ങാന്നും ആയിട്ട് 2 ദിവസങ്ങളിലായിരുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ റോക്കറ്റ്സുകൾ വന്നിരുന്നത്. ഇന്നലെ വന്നത് കിരിയാത്ത് ഇഷ്മോനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് ലെബനോൻ അടുത്ത് തന്നെയാണ്. അവിടെയാണ് 2 എണ്ണത്തിന്റെ ഇമ്പാക്ട് വന്നത്. പിന്നെ വേറെ ഒരെണ്ണം എല്ലാവരും പെട്ടെന്ന് ടെൻസ്ഡ് ആയ ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗസ ബോർഡറിൽ നിന്ന് ഒരു റാക്കറ്റ് വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ശബ്ദം കേട്ടപ്പം ഗസ വീണ്ടും പുനരാരംഭിച്ചു എന്നൊരു ചെറിയൊരു പെട്ടെന്നൊരു ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും അത് അങ്ങനെയല്ലായിരുന്നു. ഹിസ്ബുള്ള അങ്ങോട്ട് അയച്ചതായിരുന്നു. ഹിസ്ബുള്ള ഇസ്രായേലോട്ട് അയക്കുന്നതിന് പകരമായിട്ട് അവർക്ക് ലക്ഷ്യം തെറ്റി അവരുടെ തന്നെ രാജ്യത്തോട്ട്, അവരുടെ തന്നെ പ്രോക്സിലോട്ട് അവർ അയച്ചതായിരുന്നു. പിന്നെ അതുപോലെ ഇന്നലെ രാത്രിയിലാണെങ്കിലും അവരുടേതായ സ്ഥലത്തോട്ട് തന്നെ അയച്ചിട്ട് ഒരു അറബ് വില്ലേജിൽ ചാടി 4 പേര്, 3 സ്ത്രീകളും ഒരു പ്രഗ്നന്റ് വുമണും ഇന്നലെ മരിച്ചിട്ടുണ്ട്. ലക്ഷ്യം തെറ്റി അവരവരുടെ സ്ഥലത്തോട്ട് തന്നെ ആക്രമണം നടത്തിയതാണ്. ടെല്ലവിലോട്ടാണെങ്കിൽ ഇന്നലെ 3 പ്രാവശ്യം അവർ ലോഞ്ച് ചെയ്തു. പക്ഷെ ഒന്നും ടെല്ലവിലോട്ട് എത്തിയില്ല എന്നല്ല, അവരുടെ സ്ഥലത്തു നിന്ന് ഇസ്രായേൽ ടെറിട്ടറി പോലും അവർ കടക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പേ നമ്മുടെ IDF അത് ഇന്റർസെപ്റ്റ് ചെയ്തു. കണ്ടിന്യൂസ് അലാറം നമുക്ക് വരുമെന്ന് നമുക്ക് അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 7 മണിയോടുകൂടി വരും, അല്ലെങ്കിൽ 8 മണിയോടുകൂടി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ഇവിടെ ടെലിഫോൺ വഴിയായിട്ടും അതായത് ടെലിവിഷൻ വഴിയായിട്ടും നമുക്ക് അറിയിപ്പ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ജാഗ്രതയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഞാൻ ഈ കുറച്ച് മുൻപ് അല്പം മുൻപ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ അല്പം മുൻപ് ചില ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നത് കണ്ടു. ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും
നെതർലാൻഡ്സ് ഒക്കെയുള്ള രാജ്യങ്ങൾ ഈ ഹൊർമൂസ് കടലിടുക്ക് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഞങ്ങളും ചേരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നിലപാട്, അങ്ങനെ ചില മെസ്സേജുകൾ കണ്ടായിരുന്നു. കൺഫേം ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഈ ഒരു യുദ്ധത്തിലേക്ക് ഇവർ കൂടി ഇറങ്ങാനുള്ള സാധ്യത, കാരണം ഇതുവരെ നമുക്കറിയാം ഹൊർമൂസ് കടലിടുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എണ്ണവില, ഗ്യാസ് വില എല്ലാം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഈ രാജ്യങ്ങൾക്കെല്ലാം അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും തിരഞ്ഞെടുപ്പുകളുടെ, അമേരിക്കയിലാണേലും ഇനി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം, ഹംഗറി അടക്കമുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഈ മാസം തിരഞ്ഞെടുപ്പാണ്, ഹംഗറിയിൽ വരുന്ന മാസം തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത, എന്ന് വെച്ചാൽ അമേരിക്കയോടൊപ്പം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഇവർ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയല്ല ചെയ്യുന്നത്, പകരം ഈ യുദ്ധത്തിനകത്ത് ഒരു കോമൺ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു കോമൺസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഹോർമുസ് സ്ട്രെയിറ്റ്. ഈ ഹോർമുസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മറൈൻ ലോജിസ്റ്റിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിലേക്കുള്ള ഓപ്പറേഷൻസിൽ സപ്പോർട്ട് ചെയ്യാനാണ് ഒരുപക്ഷെ സാധ്യത. നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയില്ലേ, ഈ സ്പെഷ്യലിസ്റ്റ് മിഷൻസ് പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഡയറക്റ്റ് ആയിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് പലപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം ഡെമോഗ്രാഫിക് ചേഞ്ചസ് പോലും വളരെ വലിയ രീതിയിൽ സംഭവിക്കുകയാണ്. അതിനനുസരിച്ച് രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം നേരത്തെ നോക്കാം, ബ്രിട്ടൻ യുദ്ധത്തിന് പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ റോൾ ഇനി വരാൻ പോകുന്നത് GCC രാജ്യങ്ങൾക്കാണ്. ബിക്കോസ് GCC രാജ്യങ്ങളുടെ മിലിറ്ററി അസറ്റ്സ് ഇറാനിനേക്കാളും ഒക്കെ വളരെ വലിയ രീതിയിലുള്ളതാണ്. ഇപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം നോക്കുവാണെങ്കിൽ ലെറ്റ്സ് സേ UAEക്ക് ഏകദേശം 200ഓളം എത്രയാണ് ഒരു ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. ബോയിങ് F-15s ഉണ്ട്, F-35s ഉണ്ട്. അതായത് ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള മിലിറ്ററി ഹാർഡ്വെയർ ഇന്നും ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. സോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിന്റെ പിക്ചർ തന്നെ മാറാൻ പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ മൂഡ് പോയിന്റിലേക്ക് തിരിച്ചു വരാം. അതായത് ജർമ്മനി അല്ലെങ്കിൽ ഈ പറയുന്ന ഹംഗറി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇതിലേക്ക് ഇറങ്ങില്ല. ബിക്കോസ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവർ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിൽ ടൈഡാണ്. ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്ന് മൾട്ടി ലെവലിൽ റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഒന്നും ഈ കുഞ്ഞു രാജ്യങ്ങൾക്ക് ഇല്ലാന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന്റെ ഒരു ഫോർമിഡബിൾ നേച്ചർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇൻ കേസ് അവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടി ആയാൽ പോലും ഇറാനിന് നേരെ ഒരു ഡിസിസീവ് ആയിട്ടുള്ള വിക്ടറി ഉണ്ടാവാൻ പോവുക തന്നെയാണ്. കാരണം IRGCയുടെ സിസ്റ്റം എല്ലാം തന്നെ തകർന്നു കഴിഞ്ഞു. പ്ലസ് ഇറാന്റെ ലീഡർഷിപ്പ് വേറൊരു ഭാഗത്ത്. പിന്നെ ഇസ്രയേൽ സ്റ്റേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് എന്ന ഒരു ആശയത്തിലേക്കാണ് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഈ മിഡിൽ ഈസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷൻസിന് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാന് വലിയൊരു ഹാൻഡ് ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ അതിന്റെ കോറിലേക്കാണ് അറ്റാക്ക് നടക്കുന്നത്. സോ അതിൽ സമയം ഒരുപക്ഷെ എടുത്തേക്കാം. പിന്നെ മനുഷ്യ ചരിത്രത്തിൽ ഏത് കാലത്തും യുദ്ധങ്ങള് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഏത് യുദ്ധമാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം നമ്മുടെ ജനറേഷനാണ് ഒരുപക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40s അല്ലെങ്കിൽ 50s ഉള്ളതിൽ നിന്നൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ജനറേഷൻ. 35-40 വയസ്സ് വരെ പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് നമ്മൾ പീപ്പിൾ ആർ ഏബിൾ ടു ലിവ് ടു 80 വിത്തൗട്ട് സീയിങ് എ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കാണിക്കുന്നുണ്ട് എത്രയോളം റെസീലിയന്റ് ആയി നമ്മുടെ സിസ്റ്റം എന്നുള്ളത്. സോ അപ്പം ഈ ഇറാന്റെ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിന്റെയോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെയോ ഒക്കെ ഉള്ള ഒരു അഡിക്വേറ്റ് സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പക്ഷെ ദേ വിൽ ബി എൻഗേജ്ഡ് ഇൻ ഡീമൈനിങ് ദി Hormuz Strait so that their flag carriers or the flag carriers intended to the European countries could be channeled safely. അതിനൊക്കെ ഉള്ള ഒരു മിലിറ്ററി ബാക്കപ്പും അല്ലെങ്കിൽ എസ്കോർട്ടും ഒക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് വരെ ഇപ്പൊ സൊമാലിയൻ പൈററ്റ്സിനെതിരെ ഇറാൻ USA അല്ലെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന പോലെ അവരവരുടെ കാരിയേഴ്സിനൊപ്പം നിന്നിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നേരത്തെ രാജീവ് സാറ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യമാണ്, അത് പോസ്റ്ററിങ്. ഇറാന്റെ പോസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു പിക്ചർ കൊടുത്തുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നൊരു സംവിധാനം. അതിപ്പോ നമ്മൾ ചില നാടൻ ശൈലിയിലൊക്കെ പറഞ്ഞാലും നിരന്തരം കല്ലെറിഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് IRGC is losing the plot.
ആ രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗ്രൂപ്പുകൾക്കകത്ത് ഈ ഇറാന്റെ വിജയം ആഘോഷിക്കുന്നു, അതുപോലെ തന്നെ നെതന്യാഹു മരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ക്ലൈമറ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തുള്ള റിയാലിറ്റി ആസ് ഓഫ് നൗ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളാട്രൽ ലോസസിലാണെങ്കിലും അല്ല ലീഡർഷിപ്പ് ലോസിലാണെങ്കിലും എല്ലാം മുമ്പിൽ നിൽക്കുന്നത് ഇറാൻ തന്നെയാണ്. ഓക്കെ ഓക്കെ ശ്രീ രാജീവ് രാംനാഥ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിൽക്കുന്നത് നിസ്സംശയം കഴിയും. ഓക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പലപ്പോഴും ശ്രീ രാജീവ് രാംനാഥ്, ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കും, നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണവില വർദ്ധിക്കുന്നത്, ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഈ എണ്ണവില, ഗ്യാസ് വില, അത് ഈ എണ്ണയുടെയും ഗ്യാസിൻ്റെയും ബ്ലോക്കേഡ്, ഇത് എത്രത്തോളം ഗുരുതരമായിട്ട് നാളുകളിൽ വില വർധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്രത്തോളം ഇത് പോകാനുണ്ട് എന്നാണ് അങ്ങേക്ക് പോകാൻ കഴിയും, പോകാൻ സാധിക്കും, അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം രൂക്ഷമായി ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്ന് UAE-യിലേക്ക് അവരുടെ ഓയിൽ റിഫൈനറിയിലേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ ഒരുപക്ഷെ അത് പഴയ സ്ഥിതിയിലേക്ക് എത്താൻ എടുക്കുമെന്നടക്കമുള്ള മെസ്സേജുകൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള ഈ ആക്രമണങ്ങളിലൂടെ, ഈ ബ്ലോക്കേഡിലൂടെ എല്ലാം എത്രത്തോളം ഒരു രൂക്ഷത എത്ര നാളത്തേക്ക് ഈ സാമ്പത്തിക മേഖലയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്? നമുക്കിത് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് കേസും വേഴ്സ്റ്റ് കേസ് സിനാറിയോ ആയിട്ട് നമ്മൾ രണ്ട് സിനാറിയോ ആയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഈ ബെസ്റ്റ് കേസ് സിനാറിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ പറയുന്നത് മാതിരി ഇറാനിന് അധികം കാലം ഈ വാറിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഇപ്പൊ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈവൻ മാഡം പറയുമ്പോഴാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണത്. കാരണം നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഷെയർ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ചിലപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പിക്ചറാണ് ടെൽ അവീവിനെ കുറിച്ചും ഒക്കെ തന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് അധികം വാർ ഉണ്ടാവും, പക്ഷെ ഒരു വലിയ രീതിയിലുള്ള, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ സപ്ലൈ തുടർന്ന് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് സം കൺട്രീസ്, US ആരെങ്കിലും ഒക്കെ സഹായത്തോടു കൂടി സാധനങ്ങൾ വന്നു തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ ആക്ച്വലി വളരെ ഹൈ ആണ്. $60 പെർ ബാരൽ ഉണ്ടായിരുന്ന സാധനം, ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പോ നിലവില് $100 കടന്നു പോയി കഴിഞ്ഞു. അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാറ് പറഞ്ഞ മാതിരി ആ വാർ പീക്കായി കഴിഞ്ഞു. ഇനി പീക്ക് കഴിഞ്ഞാൽ സാധാരണ അത് കുറച്ചിങ്ങനെ താഴോട്ടാണ് വരിക, കുറച്ചൊന്ന് ടോൺ ഡൗൺ ആവും എന്നാണ് എൻ്റെ വിശ്വാസം വാർ. അപ്പൊ ഈ ടോൺ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ നിലവിലുള്ള വില, അതായത് അൺസർട്ടനിറ്റീസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ വില, ആ വിലയിൽ കുറച്ച് മാസങ്ങൾ കൂടെ തുടർന്ന് ഇങ്ങനെ പോവും എന്നാണ്. അതായത് ഇപ്പോഴത്തെ പ്രൈസിന് ഹൈ പ്രൈസ് ആണ്, തുടർന്ന് പോവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റാണ്. ഈ വാർ ഒന്നും കൂടി വലിയ രീതിയിൽ ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഇറാന്റെ ഭാഗത്ത് നിന്നൊക്കെ വന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഈ വാറിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി അവിടെ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ വാർ ജയിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ കമ്പൽഷൻ കൂടെ അദ്ദേഹത്തിന് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഈ വാറിൽ പോവുക, അതിൽ വേറെ മറ്റു കൺട്രീസ് ഒക്കെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വാർ ഇനി അടുത്ത ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ തുടർന്ന് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഈസിലി ഒരു $150 to $200 പെർ ബാരലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ആ സിറ്റുവേഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ഇതൊരു വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഓൾ ഓവർ ദ വേൾഡ് വിലക്കയറ്റം, കോസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. ആ കോസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള വിലക്കയറ്റത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന കോൺസിക്വൻസ് പറഞ്ഞാൽ കൺസംഷൻ ഡ്രാസ്റ്റിക് ആയിട്ട് ഫോൾ ചെയ്യും. അതേമാതിരി ഇൻട്രസ്റ്റ് റേറ്റ്സ് അതുപോലുള്ള മറ്റു ഫിനാൻഷ്യൽ കോസ്റ്റ് എല്ലാം ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ പറയുന്ന മാതിരി എന്താന്ന് വെച്ചാൽ ഈ ഓയിലിന്റെ കോസ്റ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഇമ്പാക്ട് ഇറ്റ്സെൽഫ് വിൽ ആക്ച്വലി ഒരു വേൾഡിനെ ഒരു കുറെ കാലത്തേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഞാൻ ഫോർസി ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള പ്രൈസ് റേഞ്ചിൽ തന്നെ ഉണ്ടാവും. $90 to $110 ഉള്ളിലേക്ക് അടുത്തൊരു 6 months ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഫോർസി ചെയ്യാണ്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് ഇറ്റ് കൻ ഇൻക്രീസ് ടു $150 or $200 എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യത. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ അല്പം മുൻപ് ഒരു ഈജിപ്തിന്റെ ഒരു അവിടെയുള്ളൊരു കാര്യം, ഒരു ന്യൂസ് വന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈജിപ്തിന്റെ ഊർജ്ജ മേഖലയിൽ അവരുടെ ആവശ്യം അവർ ചെലവാക്കിക്കൊണ്ടിരുന്നത് ഏകദേശം 600 ബില്യൺ 634 ബില്യൺ അങ്ങാണ്ട് ഡോളറായിരുന്നു. അത് ഇപ്പോൾ 1 ബില്യണിലേക്ക് ഉയർന്നു എന്ന് വെച്ചാൽ ഏകദേശം ഇരട്ടിയോളം ഉയർന്നു എന്ന് ഈ 20ാമത്തെ യുദ്ധം ഈ 20ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും. അങ്ങനെ ഒരു സാഹചര്യം എല്ലാ രാജ്യങ്ങളിലേക്കും എത്താനുള്ള ഒരു സാഹചര്യം അങ്ങ് കാണാൻ കഴിയുമോ ഇങ്ങനെ ഒരു ഇത് തുടർന്നു കഴിഞ്ഞാൽ? എന്ന് വെച്ചാൽ ഇരട്ടിയോളം എത്തുന്ന ഒരു അവസ്ഥയിലേക്ക്? തീർച്ചയായിട്ടും അല്ല, വളരെ എളുപ്പം എത്താൻ കഴിയും, വളരെ എളുപ്പം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലും കോസ്റ്റ് ഓഫ് ക്രൂഡ് കൂടിക്കഴിഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ എന്താന്ന് വെച്ചാൽ നമ്മളുടെ പെട്രോൾ ഡീസലിന്റെ ഒരു വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്കുള്ള ടാക്സസ് ആയതുകൊണ്ട് അതിനെ അവര് ഇപ്പൊ ക്രൂഡ് ഇൻക്രീസ് ആയിട്ടും, പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷൻ സീസൺ കൂടിയാണ് ഇന്ത്യയിൽ, ആ സാഹചര്യത്തിൽ അതിനെ അവര് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു പ്രൈസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇലക്ഷനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള ഇതിൽ ദേ ആർ ആക്ച്വലി ഡിഫെൻഡിങ് ദറ്റ്, പ്രൊട്ടക്ടിങ് അല്ല, എന്താ പറയാ, മിറ്റിഗേറ്റിംഗ് ദറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആസ് യു സെഡ്, ഡബിൾ ആവാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഈ പറയുന്ന മാതിരി $60 ഉള്ളപ്പോൾ നമ്മൾ 110 രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ വിൽക്കുന്ന സാഹചര്യത്തിൽ ഈ $60 $120 ആയിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതൊരു 160-170 റുപ്പീസ് എത്തേണ്ടതാണ്. ഈ $120 അല്ല, ഇപ്പൊ $150 ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ സംശയമേ വേണ്ട, ഗവൺമെന്റ് പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈസിലി ഇപ്പൊ വാങ്ങിക്കുന്ന എണ്ണയുടെ മിനിമം 50% to 100% ഇൻക്രീസ് ഷുവർ ആയിട്ട് ഉണ്ടാവും. ആൻഡ് ഇൻക്ലൂഡിങ് LPG ഓൾറെഡി ഇൻക്രീസ് ആയി തുടങ്ങി കഴിഞ്ഞു. ഞാൻ പറയുന്നത് പെട്രോൾ ഡീസലിലും കൂടി അത് വരും. അതിന്റെ എന്താണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോഡക്റ്റിൽ മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ മറ്റു പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ എല്ലാവരുടെയും കോസ്റ്റ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. ഹൈ ഇൻഫ്ലേഷൻ എക്കോണമിയിലേക്ക് ഒരു ടെമ്പററി ആയിട്ട് തള്ളിവിടും എന്നുള്ളതാണ് സംഭവം. സിനി ജോസഫ്, ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ നോയമ്പ് നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വലിയാഴ്ചയിലേക്ക് പോകുന്ന ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഇസ്രായേലിലേക്ക്, അവിടെ പുണ്യ ഭൂമികൾ, അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് തീർത്ഥാടനം നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ അത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ആളുകളുടെ വരവ്, അതുപോലെ തന്നെ ആളുകൾക്ക് അവിടെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനുള്ള സാഹചര്യം അത് എത്രത്തോളം ഇപ്പോൾ ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്? റോബിൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഇവിടെ നമ്മുടെ വിശുദ്ധ ദേവാലയത്തിന് അങ്ങോട്ടുള്ള വിസിറ്റിംഗ് റെസ്ട്രിക്റ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ. അത് ഇസ്രായേൽ സംഘർഷം, പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ നമ്മുടെ US എംബസി ഉള്ളത് ജെറുസലേമിലാണ്. അതിന്റെ ഒരു ഹൈ അലേർട്ട് ഉണ്ട്. പിന്നെ നാളെയോ മറ്റന്നാളായിട്ട് നമ്മുടെ ഇവിടുത്തെ മുസ്ലിംസിന്റെ തിരുനാൾ വരികയാണ്. അതെല്ലാം കണക്കിലെടുത്ത് അവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ April 1 വരെ അവിടെ റെസ്ട്രിക്റ്റഡ് തന്നെയാണ്. നമുക്ക് പുറത്തുനിന്ന് വിസിറ്റേഴ്സിന് ആർക്കും ഉള്ളിൽ പോയി വിശുദ്ധ പ്രക്രിയകളിലോ അത് നമ്മുടെ കുർബാനകളിലോ ചടങ്ങുകളിലോ ഒന്നും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അച്ഛനും, ഇന്നലെ ഞാൻ അവിടുത്തെ ബ്ലസ്സി അച്ഛനായിട്ട് സംസാരിച്ച് പറഞ്ഞ അച്ഛനും 2 ഡീക്കന്മാർക്കും മാത്രമേ അവിടുത്തെ വിശുദ്ധ കുർബാനകളിലും ചടങ്ങുകളിലും പങ്കെടുക്കാൻ ഈ വിശുദ്ധ വാരത്തിൽ, അതായത് 29-ാം തീയതി തൊട്ട് തുടങ്ങുന്ന നമ്മുടെ ഓശാന ഞായറാഴ്ച തൊട്ട് തുടങ്ങുന്ന ആ ആഴ്ചകളിൽ അവിടെ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ 3 ദിവസം മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ഡിബ്രീസ്, ഒരു ഇറാന്റെ അതും ക്ലസ്റ്റർ വാർഹെഡ്സിന്റെ ഡെബ്രീസ് ആയിരുന്നു. അത് തൊട്ടടുത്തല്ല, എന്നിരുന്നാലും ഏകദേശം അടുത്തായിട്ട് തന്നെ ഒരു മേൽക്കൂരയിലോട്ട് പതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സാധ്യത മുൻഗണന എടുത്തുകൊണ്ട് തന്നെ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, ഹൈ റെസ്ട്രിക്ഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്കാർക്കും, എല്ലാ വർഷവും ഞങ്ങളും പോകാറുള്ളതാണ് ദുഃഖ വെള്ളിയാഴ്ച, എല്ലാം പരിഹാര ദിനം ദുഃഖ വെള്ളിയാഴ്ച
കുരിശിന്റെ വഴിക്കും എല്ലാം ഞങ്ങളും ഇവിടെ നിന്നെല്ലാം വണ്ടികളിലും എല്ലാമായിട്ട് പോകാറുള്ളതായിരുന്നു. അതിലൊന്നും പോകുവാനോ അതിലൊന്നും പങ്കെടുക്കാനോ സാധ്യത ഈ വർഷം ഞങ്ങൾക്കില്ല. ഓൺലൈൻ വഴിയാകാനായിരിക്കും സാധ്യത. കൊറോണ കാലത്ത് നമുക്കെല്ലാം പങ്കെടുത്തതുപോലെ തന്നെ. മറ്റൊരു കാര്യം, ഇപ്പോൾ യുദ്ധം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായാലേ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഐ മീൻ നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ? ഞാനത് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മേഖലകളിലുള്ള ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന പല ലെയറുകളായിട്ടാണ്, താട് ആരോ അങ്ങനെ കുറേ സിസ്റ്റം, അയൺ ഡോം അടക്കം കുറേ ലെയറുകളായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ 99% എന്ന് പറയുന്ന പോലെ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫൻസിനും ഒരു പരിധിയുണ്ട്. ഇറാന്റെ ഒരു തന്ത്രം കൂടിയാണ് എന്ന് പറയുന്നു. ഈ അവരുടെ പഴയ മിസൈലുകളെല്ലാം അയച്ച് ഡിഫൻസിലുള്ള ഈ മിസൈലുകളെല്ലാം തീർത്ത് ഒരു നേരെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആക്രമണം നടത്തും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ പറയപ്പെടുന്നുണ്ട് പലപ്പോഴും ആളുകൾ. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, യുദ്ധം നീണ്ടു നിന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ 1% പോലും തോന്നുന്നില്ല. കാരണം പറഞ്ഞില്ലേ, ഞങ്ങളെ ഒരു സെക്കൻഡ് ഞങ്ങളൊരു വേർതിരിച്ച് ഇതുവരെയും ഇവിടെ ഇസ്രായേൽ ജനത കണ്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലേർട്ട് വരുമ്പോൾ തന്നെ ആയാലും ഞങ്ങൾക്കും കൂടി പ്രിഫറൻസ് തന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങള് ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുവാൻ അങ്ങനെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഒരു അലേർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വഴിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇവിടെയുള്ള ആളുകളെ പോലെ നമുക്ക് പെട്ടെന്ന് എവിടെയാണ് ബങ്കർ എന്ന് അറിയാൻ പാടില്ലാണ്ട് നമ്മൾ ഒന്ന് നിൽക്കുന്ന സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവിടെ നിൽക്കുന്ന ഇസ്രയേലി ആയ ആളുകൾ തന്നെ പറയും, ഇതാ ഇവിടെ ബങ്കറുണ്ട്, നിങ്ങളുണ്ട്, കയറിക്കോളാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ തന്നെ കയറ്റി അവര് ഞങ്ങൾക്ക് പ്രിഫറൻസ് തന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇസ്രായേലിൽ അങ്ങനെ ഒരു തരംതിരിവ് ഇതുവരെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ മനുഷ്യരാണ് എല്ലായിടത്തും, എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. എന്നാലും ഏകദേശം ഒരു 98% ആളുകളും നമ്മളെ അവരുടെ കൂടെ തന്നെ. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ള ആളുകളല്ല, ഞങ്ങളെല്ലാം നേഴ്സിംഗ് കെയർ ഹോംസിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവരുടെ കൂടെ 24/7 ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്കറിയാം അവർക്ക് അത്രയും അത്യാവശ്യമായ ആളുകളാണ്. അവരുടെ ഡെയിലി ലൈഫിന് കെയർ ഗീവേഴ്സും അവർക്ക് വേണം. അതുകൊണ്ട് ഞങ്ങൾക്കിടയൊക്കെ ഒരു ജോലിയിൽ 1% പോലും ഈ യുദ്ധം ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇന്നുവരെ വിശ്വാസം. അങ്ങനെ അതിനെക്കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാധ്യത വരാൻ 1% പോലും സാധ്യത കൂടി ഇല്ല. ഓക്കെ. ഏറ്റവും അവസാനമായി ഡോക്ടർ അഭിലാഷ് ജി രമേശ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും ഈ യുദ്ധത്തിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് നമ്മൾ അന്നും ചോദിച്ചായിരുന്നു. ഈ അവസരത്തിൽ ഇപ്പം ഈ ഒരാഴ്ച പിന്നിട്ടിരിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ യൂറോപ്പിന്റെ ചേരുമോ, ഇതിലേക്ക് ഇൻവോൾവ് ആകുമോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ മറുവശത്ത് നിൽക്കുന്ന രാജ്യങ്ങളും ഉണ്ടല്ലോ, അവരുടെ ഒരു മനോഭാവം എന്തായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബാക്കപ്സ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പല റിപ്പോർട്ട്സും കണ്ടിരുന്നു. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ബാക്കപ്പ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫീഡേഴ്സ് ആവാം. ഇതെല്ലാം വഴിയാണ് ഇറാന് ഇത്രയധികം പ്രിസിഷനോട് കൂടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും ഡ്രോൺസ് ഫ്ലൈ ചെയ്യാനോ പ്രൊജക്ടൈൽസ് എത്തിക്കാനോ ഒക്കെ കഴിഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ യുഎസിന്റെ യഥാർത്ഥ അജണ്ട തന്നെ കൗണ്ടറിംഗ് ലീവിംഗ് മിഡിൽ ഈസ്റ്റ് ആൻഡ് കമ്മിങ് ടു ടാക്കിൾ ചൈന എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ചൈനയെ സംബന്ധിച്ച് ചൈന ഈ ഒരു യുദ്ധത്തിനകത്തേക്ക് നേരിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു എക്കണോമിക് ട്രജക്ടറി അല്ലെങ്കിൽ അവരുടെ ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ ആ ഒരു മൊമെന്റം എല്ലാം കുറയുകയും അവരുടെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റഡ് ആവുകയും അവരുടെ ഡോമിനൻസ് ഉൾപ്പെടെ എല്ലാം പുറകോട്ട് പോകുന്നൊരു സാധ്യത. സോ ഇസ് ദ കേസ് ഓഫ് റഷ്യ. ബിക്കോസ് റഷ്യ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, റഷ്യ ഇപ്പോൾ ഈ സാങ്ഷൻസിന്റെ ഈ അടുത്ത് ഞാൻ എക്കണോമിക്സിലൊരു ലേഖനം വായിച്ചിരുന്നു. അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഡൊമസ്റ്റിക് ആയിട്ട് റഷ്യക്കകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ വാർത്തകൾ പലതും പുറത്തേക്ക് വരുന്നില്ല. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചൈനയ്ക്കായാലും റഷ്യക്കായാലും
ബോഡി ബാഗ് കൗണ്ട്സ് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നതിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഇൻവോൾവ്മെന്റോ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ദിസ് ഇസ് എ വാർ ദാറ്റ് നോ വൺ എൽസ് വാണ്ട്സ് ടു ഫൈറ്റ് എക്സെപ്റ്റ് ഫോർ US ആൻഡ് ഇസ്രായേൽ എന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽപ്പുണ്ട്. ബിക്കോസ് US-നായാലും ഇസ്രായേലിനായാലും എക്കണോമിക് ബഫേഴ്സ് സ്ട്രോങ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു $2 ട്രില്യൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ 200 ലക്ഷം കോടിയുടെ ഒക്കെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക ക്രമത്തിനകത്ത് നോക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇത് ചം ചേഞ്ച് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കണക്ക് മാത്രമേ ആകുന്നുള്ളൂ. കാരണം ഈ പറയുന്ന ഒരു വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് യുദ്ധത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്കോ റഷ്യക്കോ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബിക്കോസ് ചൈന ഇന്ന് ആകെ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ എക്കണോമിക് ഗ്രോത്തിലും നമ്പർ 2-ൽ നിന്ന് നമ്പർ 1 ആവാനുള്ള സാധ്യതകളിലേക്കുള്ള ശ്രമം മാത്രമാണ് ചെയ്യുന്നത്. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നിലവിലുള്ള ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇറാനെ ഇവർ സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് അഗൈൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ US-ന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ജിങ് ആയിട്ട് മാത്രമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു നേരിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റിലേക്ക് ഈ രണ്ട് കൂട്ടരും പോകില്ല. പിന്നെ ഇവർക്ക് വേണ്ടി പോകും ഒരാൾ, പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ ഈ സെക്യൂരിറ്റി എഗ്രിമെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു പ്രോക്സി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഗേറ്റ് കീപ്പിംഗ് ഗൂർഖ എന്ന് പറയുന്ന ഒരു റോളിലേക്കൊക്കെ ഒരുപക്ഷെ പാകിസ്ഥാനൊക്കെ ചിന്തിക്കാം. പക്ഷെ അതുപോലെ ഒരു വിദൂര സാധ്യത മാത്രമാണ്. ഇതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാജീവ് രാമനാഥ്, സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ, അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും സിനി ജോസഫ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, ഞെരുക്കങ്ങളിലേക്കെല്ലാം പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൊറോണ കാലത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ലോകം പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതകളും പലപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് ഈ പെട്ടെന്ന് നടന്നില്ലെങ്കിലും അല്പകാലത്തിനുള്ളിൽ ആ ഒരു തലത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതകൾ പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഉക്രൈൻ റഷ്യ യുദ്ധം അടക്കം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും, ഇറാനെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ പോലും അവിടെയും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഫുൾ സ്കെയിൽ വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു കോണിൽ ഒരു യുദ്ധം നടക്കുന്നു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ആ യുദ്ധം വ്യാപിക്കുന്നു. ഇനി പലപ്പോഴും ഏറ്റവും കൂടുതൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഒരു മേഖല ചൈനയുടെ ദക്ഷിണ ചൈന കടലടക്കമുള്ള പ്രദേശങ്ങളാണ്, തായ്വാന്റെ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലൂടെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ലോകം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണെങ്കിലും അത് ഒരുപക്ഷെ അല്പകാലത്തിനുള്ളിൽ സംഭവിച്ചേക്കാം എന്നുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ബിഗ് ഡിബേറ്റ് അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.